പ്രൈസ് ലോർഡ്. കുറച്ചുകൂടെ പ്രൈസ് ലോർഡ്. കുറെ അർജന്റീനിയൻ ഫാൻസ് വളരെ ടെൻഷനിലൊക്കെയാണ് ഇന്ന് ഇരിക്കുന്നെങ്കിലും നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, കളി ജയിക്കാൻ പോകുന്നില്ല. പ്രൈസ് ബി ടു ഗോഡ്. ദൈവം ഒരു അവസരം കൂടെ ദൈവം നമുക്കിങ്ങനെ നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 1 കൊരിന്ത്യർ as we are going to study and learn together. This is a long journey. ബാജ്യങ്ങൾ തുടക്കമിട്ടു, അജോച്ചാൻ കണ്ടിന്യൂ ചെയ്തു. അടുത്ത 3 അധ്യായങ്ങൾ എന്നെ ദൈവം ഏൽപ്പിച്ചു, ദൈവസഭ ഏൽപ്പിച്ചു. നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനയിൽ അടിയങ്ങളെ ഓർക്കണം. കുടുംബമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഇന്നലെ ഡാളിന് ചെക്കപ്പ് ഉണ്ടായിരുന്നപ്പോൾ വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് അറിയുവാനിടയായി. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും കരുതലിനും അന്വേഷണത്തിനുമായി കർത്താവിന്റെ നാമത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു. Can we read 1 Corinthians chapter 5, the entire chapter? ഏകദേശം 15 വാക്യങ്ങളുണ്ട്. ജെഫ്, ഈ ഫോർ യൂത്ത്സ് ക്യാൻ യു ഡിസ്ട്രിബ്യൂട്ട് ദിസ് വൺ? വായിക്കട്ടെ. 1 കൊരിന്ത്യർ 5-ാം അധ്യായം നമുക്ക് മുഴുവൻ വായിക്കാം. ജെഫ് meanwhile distribute this to the youths and Sunday school if they want to sketch, preferably first to the youths. ഒന്നുമില്ല, അത് സെയിം ഇത് തന്നെയാ, മുകളിലുള്ള അതേ സ്ക്രിപ്റ്റ് തന്നെ. Just want to എന്നിട്ടും നിങ്ങൾ ചേർത്തിരിക്കുന്നു ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയും ആയ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെ എങ്കിൽ നിങ്ങൾ ലോകം വിട്ട് പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്ര ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. 5, 6, 7 അധ്യായങ്ങൾ കൊരിന്ത്യ ലേഖനത്തിലെ വളരെ കഠിനമായ ലേഖനങ്ങളാണ്, അല്ലെങ്കിൽ ഭാഗങ്ങളാണ്. അതിനുശേഷവും more difficult passages are coming, but 5, 6 and 7 are particularly difficult because they are talking about a very important part of our human life. നമ്മുടെ മാനുഷികമായ ജീവിതത്തിൻ്റെ വളരെ അഭിവാജ്യ എന്ന് വെച്ചാൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകം, സെക്ഷുവൽ പ്യൂരിറ്റി, സെക്ഷുവൽ ലസ്റ്റ്, സെക്ഷുവൽ ഇമ്മോറാലിറ്റി. സഭ അതിനെ എങ്ങനെ വീക്ഷിക്കുന്നു, കൾച്ചർ അവരെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, സഭ ആ കാര്യങ്ങളിൽ എടുക്കേണ്ട സ്റ്റാൻഡ് തുടങ്ങിയ വിഷയങ്ങളാണ് 5, 6, 7 അധ്യായങ്ങളിൽ വരുന്നത്. 5-ാം അധ്യായത്തിലെ വിഷയം വളരെ സ്പെസിഫിക് ആണെങ്കിൽ പോലും 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ജനറൽ പോർഷനിലേക്ക് പൗലോസ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചില്ല എന്ന് വെച്ച് അത് നമ്മൾ ഈ വിഷയത്തിലുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും അതിനകത്തുണ്ടാവും. ബട്ട് ദ ഫാസറ്റ്സ് ഓഫ് ദാറ്റ് വിൽ ബി സ്പോക്കൺ ഇൻ 6 and 7. So this entire portion, 5, 6 and 7 specifically talks about sexual immorality and sexual purity. ഈ ഭാഗം എന്നിൽ നിന്നൊന്ന് ഒഴിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ പലവട്ടം ആവർത്തിച്ചിട്ട് പോലും നടന്നില്ല. കാരണം ഈ ഭാഗം പ്രസംഗിക്കുന്നതിൻ്റെ പാടുന്നില്ല, പഠിപ്പിക്കുന്നതിൻ്റെ പാടില്ല, പഠിക്കുന്നതിൻ്റെ പാടെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടോപ്പിക്. സെക്കൻഡ്, യൗവനപ്രായത്തിൽ അല്ലെങ്കിൽ നമ്മളും സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയാസ് ആണ്. ഗോയിങ് ഫോർവേഡ് പഠിപ്പിച്ചിട്ട് കൊളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് വളരെ ഗൗരവത്തോടെയുള്ള വിഷയമാണ്. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തീയാണ്, ഒരു ഭയമാണ്. അതുകൊണ്ട് പഠിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും
ദൈവസന്നിധിയിൽ പ്രയോജനമുള്ളതായി തീരുവാനും ഭാവിയിൽ നമ്മുടെ സ്ഥലം സഭയ്ക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മുടെ യുവതീവാക്കന്മാർ പ്രിയപ്പെട്ടവർക്കെല്ലാം ജീവിപ്പാൻ ഇടയാകേണ്ടത് നമുക്ക് ഒരു വാക്കും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വരുന്നു. ദൈവമേ, ഈ വിഷയം ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദ ഇൻറ്റൻസിറ്റി, ദ സീരിയസ്നെസ്, കർത്താവെ, മാനുഷികമായ നിലയിൽ ഞങ്ങളുടെ കൾച്ചറിലൊക്കെ ചിലപ്പോൾ അത് ഈ ഡൈല്യൂട്ടഡ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ കർത്താവെ, അടിയൻ സംസാരിക്കുമ്പോൾ, ദൈവവചനം പറയുമ്പോൾ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും വാക്കുകളും കർത്താവ് എന്തുദ്ദേശിക്കുന്നത് മാത്രം പറയുവാൻ ഇടയാക്കണം. പഠിച്ചിട്ട് ഞങ്ങൾ കൊളരാത്തവരായി തീർന്നു പോകാൻ ഇടയാകാതെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ, പരിപാലിക്കുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ വിശുദ്ധി ഞങ്ങളിൽ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്ന ഒരു അനുഗ്രഹീതമായ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന ഇങ്ങനെയാണ്: അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എത്ര എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന, ദുഷ്ടന്റെ കയ്യിൽ അവരെ ഏൽപ്പിക്കപ്പെടാതെ, ദുഷ്ടൻ അവരെ പാറ്റിക്കളയാതെ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കുന്നതെന്നല്ല, ടു പ്രൊട്ടക്ട് ദം ഇൻ ദ കെയർ. നമ്മുടെ ഇടയനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സഭയുടെ കേന്ദ്ര വിഷയമായിരിക്കുന്ന കർത്താവിൻ്റെ പ്രാർത്ഥനാ വിഷയമാണ്. കർത്താവ് അത് വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എത്ര സീരിയസ് ആയിട്ടാണ് കർത്താവ് മനുഷികമായ ജീവിതം, സഭാജീവിതത്തെയൊക്കെ കാണുന്നെന്നുള്ളത് നമുക്ക് പിന്നീടുള്ള അധ്യായങ്ങളിൽ, പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നാം ജീവിച്ചു തുടങ്ങിയപ്പോൾ പോലെ നമുക്ക് മനസ്സിലായതാണ്. കൊരിന്ത് പട്ടണം എന്താണെന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ്. ഈ കൊരിന്ത് പട്ടണത്തിൻ്റെ ഒരു പ്രത്യേകമായ ഗുണം എന്ന് പറയുന്നത്, ഇതിനൊരു എനിക്കൊന്നും ജോഗ്രഫിയിലൊക്കെ നമ്മൾ പഠിച്ചത് എന്തോ, എൻ്റെ പേര് ഇസ്തമസ് എന്നാണ്, അല്ലേ? ഒരു ഇസ്തമസ് ആണ്. സോ ഇറ്റ് ഇസ് ലൈക്ക് എൻ ഇസ്തമസ്. സോ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്, ഇങ്ങനെ കറങ്ങി കടലിൽ കൂടെ പോകുന്നതിന് പകരം അവര് ഈ സിറ്റിയിലൂടെ, അല്ലെങ്കിൽ കൊരിന്ത് സിറ്റിയിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഒരുപാട് മൈലുകൾ യാത്ര ചെയ്യാമായിരുന്നു. ആൻഡ് ദെയർഫോർ കൊരിന്ത് eventually became a large port city, and so lot of travelers, യാത്രക്കാർ, സഞ്ചരിക്കുന്നവർ, നമ്മുടെ ജിമ്പിൾ ചാനോട് ചോദിച്ചറിയാം, ട്രാൻസ്ഷിപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ശ്രീലങ്ക, കൊളംബോ, തൂത്തുക്കുടി, ഇപ്പം വിഴിഞ്ഞവും ഒക്കെ അതിനുവേണ്ടി അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കപ്പലുകൾ, ഒരുപാട് ആളുകൾ വന്ന് സഞ്ചരിക്കുവാൻ വേണ്ടി തന്നെ കൊരിന്ത് പട്ടണത്തെ ഉപയോഗിച്ചിരുന്നു, ബിക്കോസ് ഓഫ് ദ ജോഗ്രഫിക്കൽ കണ്ടീഷൻ. ആൻഡ് ദെയർഫോർ അണ്ടർ ദ ഗ്രീക്ക് റൂൾ ദ കൊറിന്ത് സിറ്റി ഫ്ലറിഷ്ഡ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കൊരിന്ത് പട്ടണത്തിലേക്ക് വന്നു. ആൻഡ് ദാറ്റ് ഈസ് ഹൗ കൊരിന്ത് ബിക്കേം സച്ച് എ ഫ്ലറിഷിംഗ് സിറ്റി. ആ കൊരിന്ത് പട്ടണത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് ഏകദേശം 1.5 വർഷക്കാലം ജീവിച്ച് അവിടെയുള്ള സ്ഥലത്ത് പോയി ആളുകളോട് സുവിശേഷം പറഞ്ഞ് അവിടെയുള്ള ആളുകളെ കർത്താവിൻ്റെ സഭയിലേക്ക് ചേർക്കപ്പെടുകയും അവിടെ ഒരു സഭ സ്ഥാപിക്കപ്പെടുകയും ചെയ്ത് കൊരിന്ത് പട്ടണത്തിൽ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച പുതിയ നിയമസഭകളിൽ ഒന്നായി തീരുവാൻ കൊരിന്ത് പട്ടണത്തിൽ ഒരു സഭയായി തീർന്നു. ആ പട്ടണത്തിൽ നിലകൊണ്ട സഭയ്ക്ക് പിന്നീട് താൻ ലേഖനം എഴുതുമ്പോൾ നമുക്ക് ലഭിച്ച 1 കൊരിന്ത്യരുടെ ലേഖനം, അതിനു മുൻപും ലേഖനം ഉണ്ടായിട്ടുണ്ട്. ഈ 5-ാം അധ്യായത്തിൽ അതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട്. ഇതിനു മുൻപ് കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലഭിച്ച ഈ 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മളിപ്പോൾ 1 മുതൽ ആ ചാപ്റ്ററിൻ്റെ, ഞാനിതെല്ലാം പറയുന്നതിൻ്റെ സാരം നിങ്ങൾക്ക് ആ മാക്രോ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 16 അധ്യായങ്ങളുണ്ട്. 16 അധ്യായങ്ങളിൽ 5 ഡിവിഷൻസ് ആണ്. ഒന്ന്, സഭയിലുള്ള വിഭജനം അല്ലെങ്കിൽ ഡിവിഷൻസ്. അത് വിശുദ്ധമായിട്ട് ബാജ്യങ്ങളും അജോച്ചാനും നമുക്ക് പഠിപ്പിച്ചു തന്നു. 5, 6, 7 അധ്യായങ്ങൾ നാം സംസാരിക്കുവാൻ പോകുന്ന വിഷയം സെക്ഷൽ പ്യൂരിറ്റിയാണ്. 8, 9, 10 അതിനുശേഷം ആഹാരം, ക്രിസ്ത്യൻ ലിബർട്ടി എന്ന് പറയുന്ന വിഷയം വരുന്നുണ്ട്. 11 തൊട്ട് 14 വരെയുള്ള ഭാഗത്ത് ദ ഗ്യാദറിംഗ് ഓഫ് ദ ചർച്ച്, ലോക്കൽ സഭ നയിക്കപ്പെടേണ്ട രീതി. 15-ാമത്തെ അധ്യായം പുനരുത്ഥാനവും 16-ാമത്തെ അധ്യായം അവസാനമാണ്. ആൻഡ് ദ ഫസ്റ്റ് ടോപ്പിക് വി ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ. സഭയുടെ ഇടയിൽ പൗലോസ്, അപ്പൊല്ലോസ് തുടങ്ങിയ ആൾക്കാർ സഭയെ ഡിവൈഡ് ചെയ്തു. പൗലോസ് അല്ല, പൗലോസിന്റെ പക്ഷക്കാർ അങ്ങനെ സഭയെ ഡിവൈഡ് ചെയ്തു. സുവിശേഷം ക്രിസ്തുവിന്റെ സഭ ക്രിസ്തു കേന്ദ്രിതമായ സഭയായിരിക്കണം. സഭയിലെ നേതാക്കന്മാർ, പഠിപ്പിക്കുന്ന ആളുകൾ ദൈവദാസന്മാരാണ്, കാര്യവിചാരകന്മാരാണെന്ന് പൗലോസ് അപ്പോസ്തലൻ അടിസ്ഥാനമിട്ട് 4-ാം അധ്യായം അവസാനിപ്പിക്കുകയാണ്. 4-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പൗലോസിന്റെ ഭാഷ നാം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അപ്പൻ മകനോട് പറയുന്നത് പോലെ 4-ാം അധ്യായത്തിന്റെ അവസാനം, നിങ്ങൾക്ക് എന്ത് വേണം? അങ്ങനെയാണ് അജോച്ചാൻ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. ഞാൻ വടി എടുക്കുകയോ സ്നേഹത്തിലും സൗമ്യതയിലും ആവുമോ നിങ്ങളുടെ അടുക്കൽ
വരേണ്ടത്. സോ വളരെ കഠിനമായി അല്ലേ? ഞാൻ വടിയെടുത്ത് വേണോ നിന്നോടൊക്കെ കാര്യം പറയാൻ, അതോ ഞാൻ സ്നേഹത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ നീയൊക്കെ കേൾക്കുമോ എന്നുള്ള നിലയിലാണ് പൗലോസ് ആ ഭാഷ അല്ലെങ്കിൽ ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് പൗലോസിന്റെ ഭാഷ ശ്രദ്ധിച്ചാൽ വടിയായിരുന്നോ സ്നേഹമായിരുന്നോ സൗമ്യമായിരുന്നോ എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ വായിച്ചപ്പോൾ മനസ്സിലായി കാണും. ഇറ്റ്സ് എ മിക്സ് ഓഫ് മെനി തിങ്സ്. പക്ഷെ 5-ാം അധ്യായത്തിൽ വളരെ കഠിനമായ ഒരു വിഷയത്തിലേക്ക് അപ്പോസ്തലനായ പൗലോസ് പ്രവേശിക്കുകയാണ്. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം? വി വിൽ റീഡ് ഇൻ, നമ്മൾ വായിച്ചതുപോലെ 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോൽ അത് ജാതികൾ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. 3 തലത്തിലാണ് ഈ ഭാഗത്തെ പൗലോസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഹീസ് ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ദ പ്രോബ്ലം. എന്താണ് സഭയുടെ പ്രശ്നം? ആ പ്രശ്നത്തിന് എങ്ങനെ സഭ പെരുമാറണം? വാട്ട് ഈസ് ദ റെസ്പോൺസ്? എങ്ങനെ ആ പ്രശ്നത്തെ ഒഴിവാക്കാൻ കഴിയും? 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, 6, 7, 8 വാക്യങ്ങളിൽ എന്തുകൊണ്ട് ആ പ്രശ്നത്തെ ഇങ്ങനെ നിലകൊള്ളണം, എന്തുകൊണ്ട് ആ സഹോദരനെ പുറത്താക്കണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം പൗലോസ് ഇടുകയാണ്. 9, 10, 11, 12 വാക്യങ്ങളിൽ പൗലോസ് വീണ്ടും പറയുന്നു, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കഴിക്കുക പോലും അരുത് എന്ന് പറഞ്ഞ് ഹീസ് മാർക്കിംഗ് a boundary within the church, and then he ends the chapter again, purge the evil person from among you. ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി കുറച്ച് രസകരമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് ആൻഡ് വി ക്യാൻ ഡിസ്കസ്. ഈ ആഴ്ച ചോദിച്ചാൽ അടുത്ത ആഴ്ച ഉത്തരം പറയാൻ പറ്റും. എൻ്റെ 3-4 ചോദ്യങ്ങൾ. 1, ജഡസംഹാരത്തിനായി സാത്താന് ഈ സഹോദരനെ ഏൽപ്പിക്കണം എന്ന ചോദ്യം, എന്താണ് അതിൻ്റെ അർത്ഥം? 2, സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പുനർസ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പുനർസ്ഥാപിക്കണ്ടേ? ആ വിഷയം പൗലോസ് പറയുന്നില്ല. 3, ഈ സഹോദരനെ സഭയിൽ നിന്ന് മുടക്കണമെന്ന് പറയുന്നത് ഞായറാഴ്ച ആരാധനയ്ക്ക് മാത്രമാണോ, അതോ എല്ലാ മീറ്റിങ്ങിൽ നിന്ന് മുടക്കണോ? ഓക്കെ, ഓൺലൈൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. Can he or is he asked to be completely left out of the church gathering? ഏതൊക്കെ തരത്തിലുള്ള ദുർനടപ്പ്, അതോ ഇങ്ങനത്തെ ദുർനടപ്പ് മാത്രമേ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ? 5-ാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞു വരുന്ന ഭാഷ നമ്മൾ ശ്രദ്ധിച്ചാൽ സഭയോട് പറയുകയാണ്, എന്താ പറയുക, എടാ നീ ഇവനെ പുറത്താക്കണം. എന്നിട്ട് പൗലോസ് വെയിറ്റ് ചെയ്തോ പുറത്താക്കാൻ വേണ്ടി? അല്ല, പൗലോസ് തന്നെ ആ പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. അവിടെ മൂപ്പന്മാർ കൂടി നിൽക്കാനോ സഭ കൂടി നിൽക്കാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. ഹീസ് ആസ്കിംഗ് ദ ചർച്ച് ടു ബി ഗ്യാതേർഡ് ആൻഡ് എക്സിക്യൂട്ട് ദ പ്രോബ്ലം, എക്സിക്യൂട്ട് ദ സൊല്യൂഷൻ. പക്ഷെ പൗലോസ് എന്താ പറയുന്നത്? ഇപ്പോ ഇവിടെ വെച്ച് ഞാൻ പറയുന്നു, എൻ്റെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോടുള്ളതുപോലെ ഇപ്പൊ അവനെ പുറത്താക്കണം. മനസ്സിലായോ? അപ്പൊ എന്ത് അധികാരത്തിലാണ് പൗലോസ് ഒരു ലോക്കൽ സഭയിൽ ഇടപെട്ടത്? അപ്പോസ്തലിക അധികാരം വെച്ചാണ് നമുക്കറിയാം. ബട്ട് ഐ എം ജസ്റ്റ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. അടുത്ത ചോദ്യം, സാത്താന്റെ അധീനതയിൽ ഈ മനുഷ്യനെ തള്ളിക്കളയാനായിട്ട് പൗലോസ് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവസാനം ഈ മനുഷ്യനെ പറ്റി പറയുന്നത് ഇവനൊരു ഈവിൾ പേഴ്സൺ ആണ്, ദുഷ്ടനായ മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിട്ടില്ലേ, അതോ ജഡീക സ്വഭാവമുള്ള രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്? എന്ത് ടൈപ്പ് ഓഫ് മാൻ ആണ് ഈ വ്യക്തി? 9 അടുത്ത ചോദ്യം, ഈ മനുഷ്യന്റെ പാപമായിരുന്നോ പൗലോസിന്റെ പ്രഥമ വിഷയം, അതോ സഭ എങ്ങനെ ഈ പാപത്തെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായ വിഷയം? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? Was it the sin the most important part of Paul's conversation, or was it the church treatment of that sin more serious to Paul? Yes, some other questions that I got today morning is, why is sexual sins treated so seriously? Aren't all sins equal? What if it is 2 consenting adults? Would Paul take the same stand if somebody is having a live-in relationship? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ദിസ് ഓൾ വി വിൽ ആൻസർ ഇൻ 5, 6 and 7. ബട്ട് 5-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കുക, ചോദിക്കുക, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓൾറൈറ്റ്, സോ ചാപ്റ്റർ വേഴ്സ് 1. എന്താണ് പ്രശ്നം? ദുർനടപ്പായിരുന്നോ പ്രശ്നം, അതോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ദുർനടപ്പായിരുന്നോ പ്രശ്നം? വാട്ട് വാസ് ദി ഇഷ്യൂ? നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോൽ
അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. Somebody is keeping his father's wife. Is it a serious problem? It's a serious problem. Yes. How do we know it's a serious problem? ജാതികളുടെ ഇടയിൽ പോലും ഇത് കേൾക്കുന്നില്ല. Now where does this all start? Do you remember the first instance where somebody had his father's wife? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതാണ്. യാക്കോബിന്റെ മക്കളിൽ ഒരാൾ അപ്പന്റെ കടക്കയെ മലിനമാക്കി. ഓർമ്മയുണ്ടോ? വെള്ളം പോലെ തുളുമ്പുന്നവനെ ആരെ പറ്റിയാ പറഞ്ഞേ? റൂബനെ പറ്റി. You remember the first time we see that instance? വെള്ളം പോലെ തുളുമ്പുന്നവനെ, ബിൽഹയുടെ കൂടെ ഇപ്പൊ കിടക്ക പങ്കിട്ട റൂബന് യാക്കോബ് എന്നേക്കുമായി ശപിക്കുകയാണ്. എന്നാൽ ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവം, യാഹ്വയായ ദൈവം, ഇസ്രായേലിന്റെ ദൈവം വ്യക്തമായ കാരണം ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇൻ ലെവിറ്റിക്കസ് ചാപ്റ്റർ 19, wait one second. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തില് ആ മുഴുവൻ അധ്യായങ്ങളിലും സെക്ഷുവൽ റിലേഷൻസ് എങ്ങനെയായിരിക്കണമെന്ന് ഇസ്രായേൽ മക്കളെ യഹോവയായ ദൈവം ഡയറക്റ്റ് ആയിട്ട് അരുളപ്പാട് എഴുതുന്ന ഒരു ഭാഗമാണ്. അവിടെ 7-8 വാക്യങ്ങളിൽ ഞാൻ തന്നെ വായിച്ചു കൊള്ളട്ടെ. നിന്റെ അപ്പന്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനുവൃതമാക്കരുത്. അവൾ നിന്റെ അമ്മയാകുന്നു. അവളുടെ നഗ്നത അനുവൃതമാക്കരുത്. അപ്പന്റെ ഭാര്യയുടെ നഗ്നത അനുവൃതമാക്കരുത്. അത് നിന്റെ അപ്പന്റെ നഗ്നതയല്ലോ. അങ്ങനെ പറഞ്ഞ് അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിസ് ഈസ് എ ക്ലിയർ ഇൻസ്റ്റൻസ് ഓഫ് ഇൻസെസ്റ്റ് ബൈ ദിസ് ബ്രദർ, അല്ലെ? ഈ സഹോദരൻ ചെയ്തു വെച്ചിരിക്കുന്നത് തന്റെ പിതാവിന്റെ നഗ്നത അദ്ദേഹം വെളിച്ചു കാട്ടുകയാണ്. 26-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ മ്ലേച്ഛതകളിൽ യാതൊന്നും സ്വദേശിയാകട്ടെ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയാകട്ടെ ചെയ്യരുത്. 29-ാം വാക്യം, ആരെങ്കിലും ഈ സകല മ്ലേച്ഛതെങ്കിലും ഏതെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരുടെ അവരുടെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം. അപ്പൊ പഴയ നിയമത്തിലെ നിയമം എന്താ? ഇങ്ങനെ ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഛേദിച്ച് കളയണം. പുതിയ നിയമത്തിലും കളയണോ? കൃപയുടെ സുവിശേഷം, കൃപയുടെ സഭ, കൃപ കാണിക്കേണ്ട സഭ ഛേദിച്ച് കളയണോ? അല്ലേ? കുറച്ച് കഠിനമായി പോയി അല്ലേ? ഓക്കെ. ആകയാൽ നിങ്ങൾക്ക് മുൻപേ നടന്ന് ഈ മ്ലേച്ഛ മര്യാദകളിൽ യാതൊന്നും ചെയ്യാതെയും അവയാൽ അശുദ്ധനാകാതെയും ഇരിപ്പാൻ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് പറഞ്ഞാണ് ലേവ്യ പുസ്തകത്തിൽ ആ ഭാഗം ദൈവം അവസാനിപ്പിക്കുന്നത്. So now you understand that from the Old Testament law itself, it is very clear that incest cannot be tolerated at any level. So sexual immorality എന്ന് മാത്രമല്ല, ഈ സഭയിൽ പിതാവിന്റെ ഭാര്യയായിരുന്ന ഒരു വ്യക്തി. അപ്പോൾ നാച്ചുറലി നമ്മുടെ ചോദ്യം, ഇത് ഇദ്ദേഹത്തിന്റെ മാതാവല്ല, ഒരുപക്ഷെ മാതാവ് മരിച്ചു കാണും, അല്ലെ ഡിവോഴ്സ്ഡ് ആയി കാണും, അല്ലെ, അല്ലെങ്കിൽ ഇവന്റെ മാതാവല്ലാത്ത തന്റെ പിതാവിന്റെ ഭാര്യയായ ഒരു സ്ത്രീ. എന്നിട്ട് പൗലോസ് പറയാണ്, ഇങ്ങനെയുള്ള ദുർനടപ്പ് ജാതികളിൽ പോലും കേട്ടിട്ടില്ല. യവന നിയമപ്രകാരം, ഗ്രീക്ക് ലോ പ്രകാരം, റോമൻ ലോ പ്രകാരം, to take your father's mistress was also punishable by offense. So കൊരിന്ത് പട്ടണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ there was a culture of sexual immorality. കൊരിന്ത് പട്ടണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ദേവതയായിരുന്നു, അല്ലെ? ആ ദേവതയുടെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അഫ്രൊദൈറ്റ്, അല്ലേ? The goddess of Zeus and the Aphrodite god, I forgot the exact name. ആ ഗോഡസ് എന്തിനെ സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് അറിയാമോ? സ്നേഹമാണ്, അല്ലെ? ഷീ ഈസ് ദ ഗോഡസ് ഓഫ് ലവ്. പക്ഷേ ഷീ ഈസ് എനിത്തിങ് അതർ ദാൻ ലവ്. All that the goddess promoted or people promoted through the temple was sexual lust. അതുകൊണ്ട് കൊരിന്ത്യ പട്ടണത്തിൽ ഇങ്ങനൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, mistresses we keep for the sake of pleasure, concubines for the daily care of the body, but wives to bear us legitimate children. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എന്തിനാ ഇങ്ങനെ പറയുന്നതെന്നുള്ളത് നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഗൗരവം മനസ്സിലാവും. So this was the common practice among Greek men, Roman men, that they could sleep with whoever they chose to. And therefore, there is an underlying problem within the Corinth city that they are all sexually immoral. And so the sexual immoral ആയിട്ടുണ്ടായിരുന്ന, സെക്ഷുവലി ദുർനടപ്പ് കാണിക്കുന്ന
ആ പട്ടണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ആളുകളും പണ്ട് ഇതേ സ്വഭാവം ഉണ്ടായിരുന്നവരാണ്. എന്നാൽ അവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ഈ സ്വഭാവത്തിൽ അവർ തുടർന്നു എന്നുള്ളത് 5ഉം 6ഉം അധ്യായത്തിൽ വേദനാജനകമായ കാര്യമാണ്. അതിന് അവർ ന്യായീകരിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങൾ അവർ പറഞ്ഞു. ആ വിഷയങ്ങളിലേക്കാണ് അപ്പോസ്തലനായ പൗലോസ് തൻ കാലുകൾ എടുത്തു വെക്കുന്നത്. Okay, now coming back to the verse. It is actually reported that there is sexual immorality among you, and of a kind that is not tolerated even among the pagan, for a man has his father's wife. രണ്ടാമത്തെ വാക്യം എന്താ പറയുന്നത്? നിങ്ങൾ ചീർത്ത് ഇരിക്കുന്നു. You have become arrogant. Ought you not rather to mourn? കരയേണ്ടതിന് പകരം ദൈവസഭയെ നിങ്ങൾ ചീർത്തിരിക്കുന്നു, നിങ്ങൾ അഹങ്കരിക്കുന്നു, നിങ്ങൾ നിഗളിക്കുന്നു. You are taking pride with this brother. Are you getting my point? പൗലോസ് അപ്പൊ ആരോടാ ഇത് സംസാരിക്കുന്നത്? സഭയിലെ മൂപ്പന്മാരോടാണോ, ആ സഹോദരനോടാണോ, ആരോടാ സംസാരിക്കുന്നത്? ദൈവസഭയോടും മുഴുവനും പറയുകയാണ്, നിങ്ങൾ ചീർത്ത് അഹങ്കരിച്ച്. ഒരുത്തൻ അപ്പന്റെ ഭാര്യയെ വെക്കുന്നു, അവനെ പുറത്താക്കണം, ഒരു ദാക്ഷിണ്യവുമില്ല. പക്ഷെ നിങ്ങളോ അതിൽ അഹങ്കരിക്കുന്നു. And look at what he says. Ought you not rather to mourn? കരയേണ്ടതിന് പകരം, ദുഃഖിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്തിൽ അഹങ്കരിക്കുന്നു? Why do you tolerate that man? വീണ്ടും താൻ പറയുകയാണ്, let him who has done this, ആദ്യമായിട്ട് let him who has done this be removed from among you. Solution number 1. ഇങ്ങനെ സെക്ഷുവലി ഇമ്മോറൽ സ്വഭാവം കാണിച്ച, അപ്പന്റെ ഭാര്യയെ വെച്ച ഒരു വ്യക്തിയെ ഈ സഭയിൽ നിന്ന് പുറത്താക്കണം. എന്തുകൊണ്ട് പുറത്താക്കണം? അവന്റെ പാപത്തിന്റെ ഗൗരവം കാരണമാണോ? സഭയുടെ അഹങ്കാരം കാരണമാണോ? സഭ അത് ടോളറേറ്റ് ചെയ്തുകൊണ്ടാണോ? അത് ഇത് ലോകം മുഴുവൻ അറിഞ്ഞതുകൊണ്ടാണോ? ഇത് ലോകം മുഴുവൻ ഈ പാപം അറിഞ്ഞു. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി റിപ്പോർട്ടഡ്. എന്ന് വെച്ചാൽ എവിടം വരെ എത്തി? കാരാഗ്രഹം വരെ എത്തി, അല്ലേ? പൗലോസിന്റെ ചെവി വരെ എത്തി. ചുറ്റുമുള്ള സ്ഥലം സഭകളിൽ അറിഞ്ഞു, ഇങ്ങനെയുള്ള ഒരുത്തൻ അവിടെ ഉണ്ട്, അവനെ വെച്ച് പുറപ്പിക്കാം. അവനെ മുടക്കിയിട്ടുമില്ല, ശിക്ഷിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് ഇറ്റ് ഈസ് യൂണിവേഴ്സലി റിപ്പോർട്ടഡ് ദാറ്റ് there is a problem. Okay, moving forward, I just want to take few things. ഒന്ന്, ഈ സെക്ഷലി ഇമ്മോറൽ എന്ന് പറയുന്ന വാക്ക് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പോർണിയോ എന്നാണ്. It's pornography, all those words that come from porneo, prostitution, pornography, ഇതെല്ലാം. So the word that he uses in Greek is porneo. And so when he comes down, he's keeping on repeating the same word. And porneo means any sexual relationship outside the divine rule of marriage. വിവാഹത്തിൽ അല്ലാതെയുള്ള എല്ലാ സെക്ഷുവൽ ആഗ്രഹങ്ങളും, ലസ്റ്റ്, നടപ്പ്, താല്പര്യങ്ങൾ, ബന്ധങ്ങൾ എല്ലാം പോർണിയോ എന്ന് പറയുന്ന വിഷയത്തിൽ അടിസ്ഥിതമായി കിടക്കുന്നു. Alright. So മൂന്നാമത്തെ വാക്യം. അപ്പൊ ഈ പൗലോസ് ഈ വ്യക്തിയെ റിമൂവ് ചെയ്യാനായിട്ട് പറയുകയാണ്, അല്ലേ? ഹീസ് ആസ്കിംഗ് ദം ടു റിമൂവ് ദിസ് പേഴ്സൺ. ആൻഡ് ലുക്ക് അറ്റ് ഇൻ വേഴ്സ് 3, ഹി ഡസ് നോട്ട് ഈവൻ ടേക്ക് എ സ്പ്ലിറ്റ് സെക്കൻഡ് ടു ഇനിഷ്യേറ്റ് ദ പ്രോസസ്. അപ്പോസ്തലനായ പൗലോസിന്റെ അപ്പോസ്തലിക അധികാരിതയും നേരത്തെ അജോച്ചാൻ കഴിഞ്ഞ 4ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ പിതൃതുല്യമായ, അല്ലെ, അവരെ ജനിപ്പിച്ചതിന്റെ ഒരു അധികാരം. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു അപ്പോസ്തലിക് അതോറിറ്റിയോട് കൂടിയാണ് പൗലോസ് ഈ പ്രോസസ് ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. താൻ എന്താ പറയുന്നത്? For though absent in body, I am present in spirit. എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ആത്മാവിൽ നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങളോട് കൂടെ ഞാൻ വന്നിരിക്കുന്നത് പോലെ തന്നെ ഞാൻ ഇവന്റെ മേൽ വിധി പറഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. I have pronounced judgment on this fellow. ഞാൻ ഇവനെ വിധിച്ചിരിക്കുന്നു. ഇവൻ ദുർനടപ്പുകാരനാണ്, ഇവൻ ദുഷ്ടനാണ്, ഇവനെ പുറത്താക്കിയേ മതിയാകുള്ളൂ. സഭയ്ക്ക് ഡിസ്കഷന് വേണ്ടി പോലും ഒരു ഗ്യാപ്പ് കൊടുത്തില്ലേ? നമുക്കിങ്ങനെ ഒരു കത്ത് കിട്ടിയാൽ നമ്മൾ കൂടി ഒന്ന് ആലോചിക്കട്ടെ, അല്ലെ? 2-3 ഒന്ന് ആലോചിക്കട്ടെ. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലിക ആധികാരികത ഉപയോഗിച്ച് ലോക്കൽ സഭയുടെ അംഗത്തിൽ ഒരുവനെ പോലെ തന്നെ ഇറങ്ങിച്ചെന്നിട്ട് താൻ അവിടെ പറയുകയാണ്, ഞാൻ അവിടെ വന്ന് അവനെ വിധിച്ചതുപോലെ 4ാമത്തെ അധ്യായം നിങ്ങൾ എന്ത് ചെയ്യണം? മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? 4ാമത്തെ അധ്യായം.
നാലാമത്തെ വാക്യം. നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ച് കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ തന്നെ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. ഓക്കെ, പൗലോസ് എന്താ പറയുന്നേ? നിങ്ങൾ കൂടുമ്പോൾ, അല്ലെ, എന്ന് വെച്ചാൽ നിങ്ങൾ അടുത്ത തവണ കൂടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി കൂടുമ്പോൾ എന്നല്ല, അടുത്ത തവണ എന്നല്ല, നിങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി അടിയന്തരമായി കൂടണം. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ കൂടുമ്പോൾ എൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവിന്റെ ശക്തി ഉപയോഗിച്ച് ഇവനെ നിങ്ങൾ സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഈ വിഷയം ആ സഭയിൽ വന്നപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എത്ര ഡിവിഷൻ ഓഫ് പാർട്ടീസ് ഉണ്ടായി കാണും, അല്ലേ? ഒരു പക്ഷം പറഞ്ഞു കാണും ഇപ്പൊ തന്നെ ചെയ്യണോ, ഒരു പക്ഷം പറഞ്ഞു ഒന്ന് സംസാരിച്ച് നോക്കരുതോ, അല്ലെ? ഒരു പക്ഷം പറഞ്ഞു കാണും ഇത് സഭ മുഴുവൻ ഇരിക്കണോ, മുപ്പന്മാർ മാത്രം ചെയ്താൽ പോരെ, അല്ലെ? എന്തെല്ലാം തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് വന്നു കാണും, അല്ലെ? എന്തൊക്കെ തരത്തിലുള്ള ചിന്തകൾ വന്നു കാണും. പൗലോസ് ഇതിനൊന്നും ഒരു ഗ്യാപ്പ്, എയർ ടൈറ്റ് ആണ് തന്റെ സൊല്യൂഷൻ. എയർ ടൈറ്റ്, ഒരു ഗ്യാപ്പും സഭയ്ക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ ശക്തി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അവനെ ഇറക്കി വിട്ടേ മതിയാകുകയുള്ളൂ. അവൻ സാത്താന്റെ അധീനതയിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഡെലിവർ ദിസ് മാൻ to Satan for the destruction of the flesh, so that his spirit may be saved in the day of the Lord. ഞാൻ വിചാരിക്കുകയായിരുന്നു സഭയുടെ ഡിസിപ്ലിനിന്റെ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വൺ ഓഫ് ദ ഹാർഷസ്റ്റ് ഡിസിപ്ലിൻ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളിലാണ്. അതിലൊന്ന്, ഏറ്റവും ഹാർഷസ്റ്റ് നമ്മൾ കാണുന്നത് ആദ്യം ആരാണ്? സലം സഭയിലെ, പുതിയ നിയമസഭയിൽ ഏറ്റവും ഹാർഷ് ഡിസിപ്ലിൻ കിട്ടിയത് ആരാണ്? നിമിഷ നേരം കൊണ്ട് ഡിസിപ്ലിൻ കിട്ടിയത് ആർക്കാണ്? അനന്യാസും സഫറിയും. രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു തലമാണ് ഇവരും. പിന്നെ ഇതേപോലെ ഒരു വിഷയം കൂടെ പൗലോസ് വേറെ രണ്ടുപേരെയും കൂടെ ഏൽപ്പിക്കുന്നുണ്ട് സാത്താൻ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹിമന്യോസിനെയും അലക്സാണ്ടറിനെയും. ഇതുപോലെ സഭയിൽ ദുർനടപ്പല്ലായിരുന്നു അവരുടെ വിഷയം, ദുരുപദേശം പറഞ്ഞതുകൊണ്ട് അവരെ സഭയിൽ നിന്ന് പുറത്താക്കാൻ, സാത്താൻ ഏൽപ്പിക്കാൻ വേണ്ടി ഇതേ ലാംഗ്വേജ് പൗലോസ് ഉപയോഗിക്കുകയാണ്. പൗലോസ് അല്പം കാഠിന്യം കൂടിയല്ലേ? നമ്മൾ വിചാരിക്കും അല്പം കൃപ, ഒരല്പം സ്നേഹം, വീട്ടിൽ പോയി ഒന്ന് സംസാരിച്ച് നോക്കാം, അല്ലെ? ഒരു ഗ്യാപ്പും ഈ വ്യക്തി പൗലോസ് കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഫോർ എ മാൻ ഹാസ് ഹിസ് ഫാദേഴ്സ് വൈഫ്, ദിസ് ഈസ് എ കണ്ടിന്യൂസ് ടെൻസ്. എന്ന് വെച്ചാൽ ഇതൊരു വൺ ടൈം ആക്ടിവിറ്റി ആയിരുന്നില്ല, ഇതൊരു 2 ടൈം ആക്ടിവിറ്റി ആയിരുന്നില്ല, ഇതൊരു 5 ടൈം ആക്ടിവിറ്റി ആയിരുന്നില്ല. This is a continual sin in which the brother is participating. അപ്പൊ എന്റെ ചോദ്യം, ആ സ്ത്രീയെ പുറത്താക്കണ്ടേ? സ്ത്രീ സഭയുടെ അംഗമാണോ? സ്ത്രീ പുറത്ത് തന്നെ ആയിരിക്കും. Most likely the woman was not a believer. Are you with me? So the woman is not a believer, and he decided to sleep with a woman who is not a believer, and he decided to conduct himself in against his father's bed, and did incest against his father. And so now if you look at the sequence of what does it mean to deliver this man to Satan, എന്താണ് ഈ ഡിസിപ്ലിന്റെ ഉദ്ദേശശുദ്ധി? സഭയുടെ കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സാത്താന്റെ അധീനതയിലേക്ക്, സാത്താന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കണമെന്ന് പൗലോസ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? നരകത്തിലോട്ടാണോ? എന്തോ? ജഡസംഹാരം നരകമാണോ? കാരണം നിങ്ങൾ ആ വാക്യത്തിന്റെ അവസാനം എന്താ? അവന്റെ ആത്മാവ് എപ്പോൾ രക്ഷിക്കപ്പെടും? കർത്താവിന്റെ നാളിൽ അവന്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി. അപ്പം ഇവൻ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, ഇവൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നത്. പക്ഷെ ഇഫ് ഹി ഈസ് നോട്ട് എ ടയർ, ഇഫ് ഈസ് എ വീറ്റ്, അവൻ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അവനെ അവസാന നാളിൽ അവൻ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടും. അവൻ കർത്താവിന്റെ നാളിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. പക്ഷെ സാത്താന്റെ അധീനതയിലേക്ക് ഇവനെ പുറത്താക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഉറക്കെ പറഞ്ഞു, തെറ്റിയാലും കുഴപ്പമില്ല. എനിക്ക് കുറെ തെറ്റി, അതുകൊണ്ട് കുഴപ്പമില്ല. ഗോളിച്ചാന്റെ ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. പൗലോസ് പറയുന്നത് ഇവൻ അവന്റെ പാപത്തിൽ തുടർന്ന് ഇവൻ നശിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ശിക്ഷ മേടിച്ച് അപ് ടു ഡെത്ത്, അല്ലേ? ഒന്നെങ്കിൽ ഫിസിക്കൽ എയിൽമെന്റ്,
അല്ലെങ്കിൽ അപ് ടു ഡെത്ത് പോയി ഇവൻ നശിച്ച് പോകട്ടെ. അതിന് സഭയ്ക്ക് പുറത്താക്കണം നിർബന്ധമുണ്ടോ? കാരണം കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ 14 ഗോളിച്ചന്റെ പോർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരാൾ അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ അയോഗ്യമായി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവര് മരണത്തിലേക്ക് വരെ പ്രവേശിപ്പാനുള്ള ഭാഗമുണ്ട്. അപ്പൊ ഇവനെ പുറത്താക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ശിക്ഷാ നടപടി കൊടുക്കുകയാണോ ഫ്രം ദ ചേർച്ച്? സഭയുടെ വെളിയിലാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഫിസിക്കൽ എയിൽമെന്റോ? എവറിത്തിങ് എൽസ്. യു ആർ ഗെറ്റിംഗ് ക്ലോസർ. ഇറ്റ്സ് ഗുഡ് ടു ഈ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇറ്റ്സ് നൈസ് ടു ഹിയർ ദാറ്റ്. വാട്ട് ഈസ് പോൾ റിയലി മീനിങ് ഈസ്, സഭയുടെ വൃത്തത്തിൽ നിൽക്കുന്ന മനുഷ്യനെ സഭയിൽ നിന്ന് പുറത്താക്കുമ്പോൾ he is taking away the protection of the church. സഭയിലെ കൂടി വരവിന് വരാൻ കഴിയില്ല, സഭയിൽ സഹോദരി സഹോദരന്മാരോട് പാട്ട് പാടാൻ കഴിയില്ല, വചനം കേൾക്കാൻ ഒരു അവസരം അവന് കൊടുക്കുന്നില്ല, പ്രാർത്ഥിക്കാനുള്ള അവസരം അവന് കൊടുക്കുന്നില്ല. ഇൻഡിവിജ്വലി അവൻ വേണേ ചെയ്തോട്ടെ. സഭയുടെ വൃത്തത്തിൽ, സഭയുടെ കമ്മ്യൂണിറ്റിയിൽ, സഹോദരൻ സഹോദരിമാരുടെ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് ഇവനെ സാത്താന്റെ അധീനതയിലേക്ക്, ഔട്ട്സൈഡ് ഇൻ ടു ദ ഫോൾഡ് ഓഫ് ദ ചർച്ച്, സഭയ്ക്ക് പുറത്ത്, പാളയത്തിന് പുറത്ത്. ഇസ്രായേൽ മക്കളെ ഛേദിച്ചാലേ അവിടുത്തെ ഇങ്ങനെ ഒരു പാപം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അവനെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവനെ എന്ത് ചെയ്യണം? പുറത്താക്കണം. അവന് ഉത്സവത്തിന് വരാൻ പറ്റുമോ? പെസഹയ്ക്ക് വരാൻ പറ്റുമോ? യാഗത്തിന് വരാൻ പറ്റുമോ? ഒന്നിനും വരാൻ കഴിയില്ല. ഇവനെ സഭയിൽ നിന്ന് പുറത്താക്കണം. ഇവൻ പാപത്തിൽ നിന്ന് അവൻ മാനസാന്തരപ്പെട്ടാൽ അതിനുള്ള പോംവഴി വേറെയുണ്ട്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവൻ മരണത്തിലേക്ക് വരെ പ്രവേശിപ്പാൻ സാധ്യതയുണ്ട്. അതിന് എന്തുമായിക്കോട്ടെ, ദൈവം മരണത്തിലേക്ക് അയച്ചോ മരണത്തിലേക്ക് അയച്ചില്ലേ, സഭയുടെ വിഷയമല്ല. പക്ഷെ ഇവിടെ ഇവനെ സഭയുടെ കൂട്ടായ്മ ബന്ധത്തിലേക്ക് നിന്ന് പുറത്താക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, സാത്താന്റെ അധീനതയിലേക്ക് അവനെ വിടുകയാണ്. സാത്താൻ ഇൻഫ്ലുവൻസ് ഉള്ള, അല്ലെങ്കിൽ സഭയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യുവാൻ കഴിയാത്ത ആ ഔട്ടർ സർക്കിളിലേക്ക് ഇവനെ തള്ളിക്കളയുകയാണ്. ഇത് പറയുമ്പോൾ എന്ത് കഠിനമാണല്ലേ, അല്ലേ? എന്ത് കഠിനമാണ്, എന്തൊരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. ഇന്നിപ്പോൾ ഇതുപോലെ ഒന്ന് ഇറക്കി വിട്ടിരുന്നെങ്കിൽ നമുക്കൊരു 6-7 സഭകളുണ്ട് പോകാൻ, അല്ലേ? ഞാൻ ഇച്ചിരി കൊളോക്കിലായിട്ട് അങ്ങ് സംസാരിക്കുക, അല്ലേ? ഇവിടെ നമ്മൾ പാലാട്ട് ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ 6-7 സഭകളുണ്ട് പോകാൻ. അന്നത്തെ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ വേ ഇറ്റ് ഇസ് ട്രീറ്റഡ് ഹിയർ. Paul is saying very explicitly that this person cannot commune with the church. And the reason why he's saying is the principle. എന്തുകൊണ്ടാണ് ഇത്ര കഠിനമായ പ്രോസസ് പൗലോസ് ചെയ്യുന്നതെന്ന് അറിയാമോ? 6, 7, 8 വാക്യങ്ങളിൽ we will understand. ഒരു പക്ഷെ അത് വായിച്ചാൽ പോലും നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം നമ്മൾ കൃപയുടെ യുഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൃപയും സ്നേഹവും കാണിക്കാൻ നമ്മൾ, അല്ലേ, we are ought to do that. പക്ഷെ ഈ പ്രോസസ്സിൽ പൗലോസ് എന്തുകൊണ്ട് ഇത്ര കഠിനമായ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നു എന്നുള്ളത് 6, 7, 8 വാക്യങ്ങൾ നമുക്ക് കാണാം. 6-ാമത്തെ വാക്യം, we will come back to the same portion. സമയം വേഗത്തിൽ തീരുന്നു. Your boasting is not good. നിങ്ങൾ അഹങ്കരിക്കുന്നു എന്നുള്ളത് പൗലോസിന്റെ വിഷയം. ഇതിപ്പോ 2-ാമത്തെ തവണയാണ് സഭ ശരിയല്ലെന്ന് പറയുന്നു. Are you with me? It's a repetition of the same problem. സെക്ഷുവലി ഇമ്മോറലായ ഒരു വ്യക്തിയുടെ പാപം ഒരിക്കൽ പറഞ്ഞു പൗലോസ്. സഭ ഇതിൽ അഹങ്കരിക്കുന്നു എന്നുള്ളത് ഇപ്പൊ എത്രാമത്തെ തവണയായി? 2-ാമത്തെ തവണയായി. Now, what was the real problem of the Corinthian church? Coming back to our conversation about the Corinthian church and the Corinthian city and the sexual life around the Corinthian church, Corinthian city. ഈ ആളുകൾ സെക്ഷുവൽ ലൈഫിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് കണ്ടത്. And so they used to go to the temples not to pray to the goddess, but to fulfill their lust and fulfill their fleshly desires. And so it was very common in that culture to have an open relationship with anybody, even to the extent lesbianism and homosexual marriage was becoming very common in the Corinthian city. It was forbidden between equals, but it was allowed between the lower people. The boy, the master can have a relationship with a man, the similar gender of a slave man. So അങ്ങനെയുള്ള അഴുക്കുചാലിൽ കിടക്കുന്ന ഒരു കൊരിന്ത് പട്ടണത്തിൽ നിന്നാണ് ഈ ആളുകൾ രക്ഷിക്കപ്പെട്ടു വന്നത്. അങ്ങനെയുള്ള ആളുകൾ ആ സ്ഥലം സഭയിൽ സെക്ഷൽ ഇമ്മോറാലിറ്റിയെ കണ്ടപ്പോൾ അവരതിനെ ദൈവം എങ്ങനെ കാണണം എന്ന് അവരോട് നിയമിച്ചാക്കിയതുപോലെ അവർ കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല.
വളരെ സിമിലർ പ്രോബ്ലമാണ് നമ്മുടെ സഭയിലും, അല്ലേ? ഒരു പാപം, ഞാനിത് സെക്ഷൽ ഇമ്മോറലിറ്റിയുടെ കേസാണ് നമ്മളിവിടെ പറഞ്ഞത്. പക്ഷെ ഇമാജിൻ ദ പ്രിൻസിപ്പിൾ. സഭയിൽ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ തെറ്റ് നമ്മൾ ചെയ്യുന്നു, എന്നാൽ ആ തെറ്റിനെ ന്യായീകരിക്കാനായിട്ടാണ് നമ്മുടെ ഹൃദയം കൂടുതൽ വെമ്പുന്നത്. ആൻഡ് ദാറ്റ് വാസ് ദ പ്രോബ്ലം ഇൻ ദ കൊരിന്ത്യൻ ചർച്ച്. അപ്പൊ നമ്മൾ വിചാരിക്കും സെക്ഷൽ ഇമ്മോറലിറ്റിയുടെ പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. അല്ല, ഇവിടെ ഉണ്ട്. കാരണം പൗലോസ് എന്താ പറയുന്നത്? നീ ഇതിൽ അഹങ്കരിക്കുന്നു. യു ആർ ബോസ്റ്റിംഗ്, യു ആർ അറഗൻസ്, യു ആർ ടോളറേറ്റിംഗ്, യു ആർ ഓക്കെ വിത്ത് ദിസ്. ഇൻസ്റ്റെഡ് ഓഫ് ക്രൈയിങ്, യു ആർ സിറ്റിംഗ് ആൻഡ് ഈറ്റിംഗ് ആൻഡ് എൻജോയിങ് ആൻഡ് സെലിബ്രേറ്റിംഗ്, ആൻഡ് യു ആർ വാക്കിംഗ് വിത്ത് ദിസ് മാൻ, കമ്മ്യൂണിംഗ് വിത്ത് ദ മാൻ, ടേക്കിംഗ് പാർട്ട് വിത്ത് ഹിം ഇൻ ദ ലോർഡ്സ് ടേബിൾ. എവറിത്തിങ് ഈസ് സോ നോർമൽ ഫോർ യു. ഹൗ? 6-ാം അധ്യായത്തിൽ എങ്ങനെ കൊരിന്ത്യൻ സഭ, കൊരിന്ത്യയിലെ ആളുകൾ ഈ ബന്ധങ്ങളെ കണ്ടിരുന്നു എന്നുള്ളത് പൗലോസോടെ പറയുന്നു. And so Paul is saying, your boasting is not good. നിങ്ങൾ കളിക്കുന്നത് വിശുദ്ധനായ ദൈവത്തിന്റെ സഭയെന്നാണ് പൗലോസ് പറയുന്നത്. Look at the next verse. Do you not know that a little leaven leavens the whole lump? 6-ാം അധ്യായം. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? So now he talks about an Old Testament principle or a kitchen principle. അല്ലെ, കിച്ചണിൽ എന്താ? ഈസ്റ്റ് അറിയാലോ അല്ലേ? ഈസ്റ്റ് രാത്രി വെച്ച് കഴിഞ്ഞാൽ അപ്പത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. ആ ഈസ്റ്റിന്റെ, ആ ചെറിയ ഈസ്റ്റിന് എന്തോരും ശക്തിയാണ്, അല്ലേ? ആ ചെറിയ ഒരു അല്പം, അല്ലേ? എത്ര പൊടി ഇടണം ഇതൊന്ന് പുളിക്കണമെങ്കിൽ? വളരെ കുറച്ചിട്ടാൽ മതി. വലിയൊരു അപ്പം കൊണ്ട് വെച്ച് വളരെ കുറച്ച് ഇട്ടാൽ മതി. നിങ്ങൾക്ക് പറഞ്ഞതിന്റെ സാരം മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് പറയണം, അസാരം പുളിമാവ്, a little sin, a little incest, a little arrogance, a little pride is enough to bring your entire church to ruins. Cleanse out the old leaven that you may be a new lump. അപ്പോസ്തലനായ പൗലോസ് ഈ ലീവനും ലംപും ഒക്കെ വളരെ അറിയാം. കാരണം എന്താ? അദ്ദേഹം ഒരു യഹൂദനാണ്. യഹൂദനെ സംബന്ധിച്ചുള്ള പുളിപ്പില്ലാത്ത മാവെന്ന് പറഞ്ഞത് അവൻ ജനിച്ചപ്പോൾ മുതൽ അവൻ കഴിക്കുന്ന ഒരു സാധനം. എന്താണ്? എവിടെ വെച്ചാണ് പുളിപ്പില്ലാത്ത മാവ് ആരംഭിച്ചത്? മിസ്രൈമിൽ വെച്ച് സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ, അല്ലെ, 7 ദിവസം പുളിപ്പില്ലാത്ത മാവ് കഴിക്കണം, ഉള്ള പുളിപ്പിനെ എല്ലാം വീടിന് പുറത്താക്കണം. പുളിപ്പില്ലാത്ത മാവ് കഴിക്കുമ്പോൾ സംഹാരദൂതൻ നിങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ, ഡോർ പോസ്റ്റിൽ രക്തം കണ്ടു കഴിയുമ്പോൾ, യു ആർ ക്ലീനിങ് ഔട്ട് യുവർ ഓൾഡ് ലീവൻ. പുളിപ്പ്, സകല പുളിപ്പിനെ നിങ്ങൾ മാറ്റിക്കളയാണ്. മിസ്രൈമിനെ നിങ്ങൾ മറന്നു കളയുകയാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക്, ഫറവോനിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഓൾഡ് ലിവൻ, നിങ്ങളുടെ പുളിപ്പ്, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ജഡം ഇനിയും വേണ്ട എന്ന് പറഞ്ഞാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. അങ്ങനെ പുളിപ്പില്ലാത്ത മാവ് അവർ തയ്യാറാക്കിയതിന് ശേഷമാണ് പെസഹ കുഞ്ഞാടിനെ അറക്കുന്നത്. പ്രോസസ്സ് മനസ്സിലായല്ലോ? പുളിപ്പില്ലാത്ത മാവ് ഉണ്ടാക്കിയതിന് ശേഷം, പുളിപ്പ് മാറ്റിയതിന് ശേഷമാണ് പെസഹ കുഞ്ഞാടിനെ. സോ ഫസ്റ്റ് യു ക്ലീൻ ദ ഓൾഡ് ലിവൻ and then you sacrifice the lamb. But in the New Testament church, the order is reversed. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട് കഴിഞ്ഞു, നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ എങ്ങനെ പുളിപ്പ് വരുന്നു? Are you getting the context? അങ്ങനെയാണ് പൗലോസ് പറയുന്നത്. 4-5 നിങ്ങളൊന്നും കൂടെ വായിച്ചേ. നിങ്ങളുടെ പ്രശംസ നന്നല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കുവാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഇപ്പൊ പൗലോസ് പറയാണ്, പഴയ നിയമത്തിൽ പുളിപ്പിനെ കളഞ്ഞിട്ടാണ് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നത്. എടാ, ഇവിടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട് കഴിഞ്ഞു, ഇപ്പോഴും നിന്റെ കയ്യിൽ പുളിപ്പ് ഉണ്ട്. ഹൗ ഇസ് ദാറ്റ് പ്രോസസ് അവൈലബിൾ ടു യു? കൊരിന്ത്യ സഭയോട് പറയുകയാണ്, കർത്താവ് അടക്കപ്പെട്ടു, മരിച്ചു, പാപത്തിൽ നിന്നെ രക്ഷിച്ചു, പുളിപ്പിനെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു, നിന്റെ കയ്യിൽ ഇപ്പോഴും പുളിപ്പ് ഉണ്ട്. ടേക്ക് ഔട്ട് that leaven from your midst. And then Paul is saying, let us therefore celebrate the festival not with the old leaven. ഈ പെസഹ കുഞ്ഞാടിന്റെ ആഘോഷമുണ്ടല്ലോ, സഭയുടെ ആഘോഷം, ഞായറാഴ്ച കൂടി വന്ന് കത്രിമേശയ്ക്ക് ഇരിക്കുന്നത്, ദൈവകുഞ്ഞാടിന്റെ മരണം പ്രസ്താവിക്കുന്നത്, സഭയായി പാടുന്നത്, ആരാധിക്കുന്നത്, കുഞ്ഞാടിനെ ഓർക്കുന്നത്, സ്മരിക്കുന്നത്, ഈ പുളിപ്പ് വെച്ചുകൊണ്ട് നീ വന്ന് സഭയിൽ ഇരിക്കരുത്. Cleanse out your leaven. Cleanse out your old leaven. നിന്റെ പുളിപ്പിനെ
നിന്റെ പഴയ നിന്റെ പുളിപ്പിനെ മുഴുവൻ ഇല്ലാതെയാക്കിക്കൊണ്ട് വേണം നീ സഭയിലേക്ക് വരാൻ. ആ പുളിപ്പിന്റെ എന്താണ് പ്രത്യേകത? പൗലോസോടെ പറയാണ്, അത് ഈ ലോകത്തിലെ ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ ആ പുളിമാവും കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം, നോട്ട് വിത്ത് മാലിസ് ആൻഡ് നോട്ട് വിത്ത് വിക്കറ്റ്നെസ്, നോട്ട് വിത്ത് ഈവിൾ. എന്താണ് വിക്കറ്റ്നെസ് ആൻഡ് ഈവിൾ? എന്തും ചെയ്യാം, അല്ലേ? ഏത് നിയമവും എനിക്ക് വിക്കറ്റ്നെസ്, ഏത് നിയമവും ഐ ക്യാൻ ബ്രേക്ക് എനി ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ട് നീ ദൈവസന്നിധിയിൽ വരരുത്. യു ഹാവ് ബിക്കം എ ന്യൂ ബ്രെഡ്, യു ഹാവ് ബിക്കം എ ന്യൂ ക്രീച്ചർ, യു ഹാവ് ബിക്കം എ ന്യൂ ലൈഫ്. നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകുന്നു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നിരിക്കുന്നു. മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, ഭൂമിയിൽ നിന്ന് സിയോനിലേക്കുള്ള യാത്രയിൽ ഈ പഴയ പുളിപ്പ് കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കരുത്. ആത്മാർത്ഥത കൊണ്ടും സത്യവചനം കൊണ്ടും വേണം നിങ്ങൾ ആഘോഷിക്കാൻ. വിത്ത് സിൻസിയറിറ്റി ആൻഡ് ട്രൂത്ത്. എന്താണ് കൊരിന്ത്യ സഭയിൽ സംഭവിച്ചത്? എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച്, ക്യാൻ ഡു എനിത്തിങ് ആറ്റിറ്റ്യൂഡ്. സെക്ഷൽ ഇമ്മോറാലിറ്റി അതെൻ്റെ ബോഡിയിലി പ്ലഷർ ആണല്ലോ, എനിക്ക് എന്തും ചെയ്യാം. അതാണ് 6-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത്, ഫുഡ് ഫോർ ദ സ്റ്റൊമക്ക് ആൻഡ് സ്റ്റൊമക്ക് ഫോർ ദ ഫുഡ്. ദ കൊരിന്ത്യൻസ് ബിലീവ് സെക്സ് ഫോർ ദ ബോഡി ആൻഡ് ബോഡി ഫോർ ദ സെക്സ്. സോ ഐ ക്യാൻ യൂസ് മൈ ബോഡി ഫോർ എനിത്തിങ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് എഫക്ട് മൈ സോൾ എന്നവർ പൂർണ്ണമായി ദുരുപദേശം വിശ്വസിച്ചു. എന്നിട്ട് അവർ എങ്ങനെയും ജീവിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ പൗലോസ് പറയാണ്, അങ്ങനെ നിങ്ങൾക്ക് ദൈവസഭയിൽ ജീവിക്കാൻ കഴിയില്ല. യു കനോട്ട് ടോളറേറ്റ് ദിസ് ഓൾഡ് ലെവൻ. ഓക്കെ, 9-ാം വാക്യം നമ്മൾ പര്യവസാനിപ്പിക്കാൻ പോവുകയാണ്. കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. In 1 Corinthians chapter 1 and 2, we read some good features or good characteristics about the Corinthian church. Do you remember what is that? They are highly gifted. Pinne, they are highly blessed. Okay, they are highly successful people. Kachodakar, Mrs. Garimina, they are very, very resourceful. They are highly respected also. All right. ബട്ട് ഈ അധ്യായം, ഈ 3, 4, 5, 6 അധ്യായങ്ങൾ അവർക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്തായിരുന്നു? ദേ ആർ ഹൈലി സിൻഫുൾ ഓൾസോ. എല്ലാം ടോപ്പാ. ഗിഫ്റ്റ് ഉണ്ട്, പരിപാടി ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്നാണ് പാപവും അതിൻ്റെ ഏറ്റവും ടോപ്പ് സാധനം എവിടെ ഉണ്ട്? കൊരിന്ത്യ സഭയിലുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു, ഇങ്ങനൊന്നും നമ്മൾ ചെന്ന് പെടാൻ ദൈവമേ ഇടയാക്കരുത്. എല്ലാ കഴിവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ പാപം എന്ന് പറയുന്ന അസാരം പുളിമാവ്, ആ പുളിപ്പില്ലായ്മയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ലിറ്റിൽ ബിറ്റ് ഓഫ് സിൻ വിൽ ക്രിയേറ്റ് ദ ഹോൾ പ്രോബ്ലം. നൗ ടെൽ മീ, വൈ ഡിഡ് പോൾ ആസ്ക് ടു ബി ദിസ് ഹാർഷ് വിത്ത് ദിസ് മാൻ? അസാരം പുളിമാവ് സഭയെ മുഴുവൻ. 3, 4 അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏത് സഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിന്റെ ഏതെങ്കിലും ഫാസറ്റ്സ് എടുത്തു, അത് ഡിവിഷൻ ആയിക്കൊള്ളട്ടെ, ദുരുപദേശം ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു ഫാസറ്റ് എടുത്ത് സഭ അത് ടോളറേറ്റ് ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ, ബാക്കിയുള്ള എല്ലാ പാപങ്ങളും സഭ ടോളറേറ്റ് ചെയ്ത് പോകും. അത് സഭാ ചരിത്രമാണ്. ഏതെങ്കിലും ഒരു പാപം സഭയിൽ ടോളറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ബാക്കിയുള്ള എല്ലാ പാപങ്ങളും ടോളറേറ്റ് ചെയ്യാൻ ദൈവസഭയ്ക്ക് പിന്നെ എളുപ്പമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അല്പം പുളിമാവ് പോലും വരരുത്. ഈ സഹോദരനോട് ഒരു കരുണ കാണിക്കണ്ടേ? വേണ്ട, അവനെ പുറത്താക്കിക്കോ. ഈ സഹോദരന്റെ സാന്നിധ്യം, ഈ സഹോദരനോടുള്ള കമ്മ്യൂണിയൻ, ഈ സഹോദരനോടുള്ള നിങ്ങളുടെ കൂട്ടായ്മ ബന്ധമുണ്ടല്ലോ, അത് ഈ സഭയുടെ സാങ്ക്ടിറ്റിയെ മുഴുവൻ നശിപ്പിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കും, നിങ്ങളുടെ കൂടിവരവുകളെ നശിപ്പിക്കും, നിങ്ങളുടെ സഭയുടെ ടെസ്റ്റിമണിയെ നശിപ്പിക്കും. അതുകൊണ്ട് ഒരു തരത്തിലും ഈ മനുഷ്യനെ നിങ്ങളുടെ ഇടയിൽ വെച്ച് പൊറുപ്പിക്കരുത്. ഞാൻ വിചാരിക്കായിരുന്നു, ആ എൽഡേഴ്സ് എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാവും അല്ലേ? എൽഡേഴ്സ് പുറത്താക്കാൻ പോകുമ്പോഴത്തേക്ക് വേറെ ആൾക്കാർ പറഞ്ഞു കാണും, അയ്യോ തുടരുതെന്ന് പറഞ്ഞു കാണും. പക്ഷെ പൗലോസ് ഒരു ഗ്യാപ്പും, അല്ലേ, എന്തോ ഒരു ഡിഫിക്കൽട്ട് ഹാർഷ് സ്റ്റേറ്റ്മെന്റാ. അവിടെ കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ പിന്നെ സമാധാനം ഉണ്ടായിരുന്നു. തീർന്നില്ല. 9-ാം വാക്യം. ഈ 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ താഴെ കുറെ വായിച്ച് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചപ്പോഴത്തേക്ക് ഒരു കോമഡി ഒരാൾ എഴുതിയിരിക്കുകയാണ്, മിക്കവാറും കൊരിന്ത്യ സഭയിൽ ആരും പിന്നെ കൂടി വന്ന് കാണത്തില്ല. കാരണം എന്താ പൗലോസ് അവിടെ 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്?
ദുർനടപ്പുകാരോട് സംസർഗം അരുത്. ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഏത് ലേഖനത്തിൽ? അപ്പം അതിന്റെ അർത്ഥം ഇതിനു മുൻപൊരു ലേഖനം ഉണ്ടായിട്ടുണ്ട്, നമുക്കത് രേഖപ്പെടുത്തി കിട്ടിയിട്ടില്ല. ഓക്കെ. 2, അപ്പൊ ഇവന്മാരോട് നേരത്തെ പറഞ്ഞതാണ് അല്ലേ? ഇവരോട് ഇത് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ പൗലോസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഡോണ്ട് അസോസിയേറ്റ് വിത്ത് സെക്ഷുവലി ഇമ്മോറൽ പീപ്പിൾ. ആൻഡ് യു ആർ നോട്ട് ഓൺലി ടോളറേറ്റിംഗ് സെക്ഷുവലി ഇമ്മോറൽ പീപ്പിൾ, യു ആർ ടോളറേറ്റിംഗ് ദ ഹയസ്റ്റ് റിഗാർഡ് ഓഫ് സെക്ഷുവൽ ഇമ്മോറാലിറ്റി. അത് ഈ ലോകത്തിലെ ദുർനടപ്പ്, അത്യാഗ്രഹികൾ, പിടിച്ചുപറിക്കാരോട്, വിഗ്രഹാരാധികളോട് അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നാം ലോകം വിട്ടു പോകേണ്ടി വരും. കൊരിന്ത്യ പട്ടണത്തിൽ കൊരിന്ത്യ സഭയോട് നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് അസോസിയേറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊരിന്ത്യ സഭയിലെ ആളുകൾക്ക് പിന്നെ ആഹാരം കഴിക്കാൻ കിട്ടത്തില്ല. കാരണം കൊരിന്ത്യ സഭയിലെ ആളുകൾ അവിടെയുള്ള ലോക്കൽസ് ആണ്. അവരവിടെയാണ് ജീവിക്കുന്നത്, അവരവിടെയാണ് ജോലി ചെയ്യുന്നത്, അവർ ആ പട്ടണത്തിലാണ് ബിസിനസ് ചെയ്യുന്നത്. ആ പട്ടണത്തിൽ കച്ചവടം ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും യജമാനന്മാരും ഒക്കെ എന്തൊക്കെ ടൈപ്പ് ആയിരിക്കും അല്ലേ? സെക്ഷലി ഇമ്മോറൽ ആയിരിക്കും അല്ലേ? There will be people that will have their swindlers, deceivers, എല്ലാ ടൈപ്പും കാണും. അതുകൊണ്ട് പൗലോസ് എന്താ പറഞ്ഞത്? ഞാൻ ലോകത്തിലുള്ള ആൾക്കാരോട് അസോസിയേറ്റ് ചെയ്യരുത് എന്നല്ല പറയുന്നത്. സഹോദരന്റെ പേരുള്ള സഭയിലുള്ള സഹോദരന്മാരിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അസോസിയേറ്റ് ചെയ്യരുത്. എനിക്കാണിത് പറഞ്ഞിട്ട് എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ വരച്ച് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളെ ദൈവം രക്ഷിച്ച് ഒരു കൂട്ടമാക്കി വെച്ചു, സഭയിലാക്കി വെച്ചു. പുറത്തുള്ളവരോട് അസോസിയേറ്റ് ചെയ്യരുതെന്ന് കാരണം നമുക്ക് ജീവിക്കണമല്ലോ, നമുക്ക് അവരോട് കച്ചവടം നടത്തണം, പാലനം ചെയ്യണം. പൗലോസ് പറയാണ്, ഇങ്ങനെയുള്ളവന്മാർ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യരുത്. അപ്പൊ പിന്നെ നമ്മൾ സഭയിൽ നമ്മൾ എന്ത് ചെയ്യും? Are you getting the paradox? And then Paul says, don't even eat with these guys. സഭയ്ക്കകത്ത് സഹോദരന്മാർ, രക്ഷിക്കപ്പെട്ടവർ, നമ്മളോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നവർ, നമ്മളോടൊപ്പം കർത്തൃമേശ എടുക്കുന്നവർ, നമ്മുടെ സഭകളിൽ ഉള്ളവർ ദുർനടപ്പുകാരോ പിടിച്ചുപറിക്കാരോ അല്ലെ അയോഗ്യമായി നടക്കുന്നവരുണ്ടെങ്കിൽ അവരോട് സംസർഗം അരുത്. കഴിക്കുക പോലും ചെയ്യരുത്. എനിക്ക് മനസ്സിലായില്ല പൗലോസ് എന്താ ഉദ്ദേശിച്ചേ? കർത്തൃമേശ എടുക്കേണ്ടെന്നാണോ? അവരോട് ഫെലോഷിപ്പ് വേണ്ടെന്നാണോ? അല്ലേ? ഹൗ വിത്തിൻ എ ചേർച്ച് യു കെൻ. പൗലോസ് എത്ര വ്യക്തമായിട്ട് പറയുകയാണ്, ഇൻ ദ ചേർച്ച് ഓഫ് ദ ലിവിങ് ഗോഡ് ഓൾസോ മേക്ക് ഷുവർ യു ആർ ഫ്രണ്ട്സ് വിത്ത് ദ ഹോളി വൺസ്. Are you with me? അല്പം പുളിമാവ് ഇങ്ങനെയുള്ള അയോഗ്യമായി നടക്കുന്ന സഹോദരി സഹോദരന്മാർ സഭയിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയാമെങ്കിൽ, അവരുടെ പാപം പബ്ലിക്കായിട്ട് അവയർനെസ് ഉള്ളവരാണെങ്കിൽ, ഡോണ്ട് ഈവൻ അസോസിയേറ്റ് വിത്ത് ദം, ഡോണ്ട് സ്ലീപ്പ് വിത്ത് ദം, ഡോണ്ട് ഈറ്റ് വിത്ത് ദം, ഡോണ്ട് മൂവ് വിത്ത് ദം, ഡോണ്ട് വാക്ക് വിത്ത് ദം. എന്നാൽ സഹോദരൻ എന്ന് പേര് വെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ടക്കാരനോ മദ്യപാനിയോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. എന്തോ ഇതിന് മുമ്പിലത്തെ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വീണ്ടും എഴുതിയിട്ട് ഈ പ്രാവശ്യം പൗലോസ് തന്നെ ഇറക്കി വിടുകയാണ്, അവനെയും വീണ്ടും ശക്തമാക്കുകയാണ് ലാംഗ്വേജ്. എന്നത്ര നിങ്ങൾക്ക് എഴുതി, പുറത്തുള്ളവരെ വിധിക്കുവാൻ എനിക്ക് എന്ത് കാര്യം? അപ്പൊ മോസ്റ്റ് ലൈക്ലി സം ഓഫ് ദി കമന്റേറ്റേഴ്സ് ആർ സേയിങ്, പൗലോസ് ഇത് ആദ്യം എഴുതിയപ്പോ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. കൊരിന്ത്യ സഭയിലെ ആൾക്കാർ വിചാരിച്ചു പുറത്തുള്ളവരല്ല, അകത്തുള്ളവന്മാർ കുഴപ്പമില്ലെന്ന് വെച്ചു. അപ്പൊ പൗലോസ് വീണ്ടും വ്യക്തമായിട്ട് പറയാണ്, പുറത്തുള്ളവരെ വിധിക്കാൻ എനിക്ക് എന്ത് കാര്യം? ഞാൻ പുറത്തുള്ളവരെ പറ്റിയല്ല, പുറത്തുള്ളവരെ പറ്റിയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ പിന്നെ ഈ ഭൂമിയിൽ നിന്ന് പുറത്താക്കി വേറെ എവിടെയും കൊണ്ടുവച്ചാണ്. കർത്താവ് 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചതുപോലെ പുറത്തുള്ളവന്മാരല്ല, അകത്തുള്ളവന്മാരുടെ നീ ഈ സംസർഗം പാടില്ല. ദുർനടപ്പ് ചെയ്യുന്നവർ, അശുദ്ധമായി സംസാരിക്കുന്നവർ, ദൈവസഭയിൽ യോഗ്യമായി നടക്കാൻ ആഗ്രഹമില്ലാത്തവരോട് നിങ്ങൾ സംസർഗം അരുത്.
don't have fellowship or eat or celebrate with people that are sexually immoral, idolaters, greedy, and covetous. അതിൻ്റെയൊക്കെ അർത്ഥം ഓരോന്നോരോന്ന് ഞാൻ എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. Paul is saying, who are the sexually immoral? Any kind of relationship that anybody in the church talks about so easily or with laxing effort. മനസ്സിലായോ? നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ സഭയിലെ സഹോദരന്മാരോ ദുർനടപ്പിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ സെക്ഷൽ ഇമ്മോറാലിറ്റിയെ ടോളറേറ്റ് ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ കാഴ്ചപ്പാടുള്ളവരാണെങ്കിൽ അവരുമായിട്ട് ഡോണ്ട് സിറ്റ് വിത്ത് ദം. സെക്കൻഡ്, ഐഡോലേറ്റർ, അവരുടെ ശരീരങ്ങളെ ഐഡലേറ്റ് ചെയ്യുന്നവർ, ഏതെങ്കിലും വിഷയത്തിൽ ഐഡലേറ്ററിൽ പെട്ടുപോയവർ, who takes their job as their idol, who takes their body as idol worship. I don't think I have to explain that in detail. ഐഡലേറ്ററിൽ കഴിയുന്ന സഹോദരന്മാരുമായിട്ട് നിങ്ങൾ അരുത്. റിവൈലേഴ്സ്, മറ്റുള്ളവരെ പറ്റി തരം താഴ്ന്ന് സംസാരിച്ച് തകർത്ത് കളയുവാൻ ഉദ്ദേശിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിക്കരുത്. ഡ്രങ്കേർഡ്സ്, നമ്മുടെ സഭയിൽ ഇപ്പോൾ ആ പ്രശ്നമില്ല അല്ലേ, അല്ലെങ്കിൽ മദ്യപാനികൾ, ശരീരത്തെ നശിപ്പിക്കുന്നവർ, ഡോണ്ട് ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദം. സ്വിൻഡ്ലേഴ്സ്, ഹൂ ടേക്സ് ഫോഴ്സ്ഫുള്ളി ഫ്രം, മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിക്കുന്നവർ, ഡോണ്ട് ഹാവ് ബിസിനസ് വിത്ത് ദം. അവരുമായിട്ട് ഒരു ബന്ധത്തിലും നിങ്ങൾ പാടില്ല. The people in this world that we have to associate with in our daily lives, ഇതെല്ലാം നമ്മൾ ദിനംതോറും ജീവിക്കുന്ന ആളുകളുമായിട്ടാണ്. പക്ഷെ സഭയിൽ സഹോദരൻ എന്ന് പേരുള്ള ഒരു വ്യക്തി ഇങ്ങനെയുള്ള പാപത്തിൽ കഴിയുന്നു ഉള്ള ബോധ്യം എനിക്ക് വ്യക്തിപരമായി ഉണ്ടെങ്കിൽ ഞാൻ ആ സഹോദരനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. എന്താ കാരണം? അസാരം പുളിമാവ് ചത്ത ഈച്ച, ശലോമോന്റെ വാചകൾ, ചത്ത ഈച്ച. ഇനി യവനന്മാരുടെ ഉപദേശം എന്താ? റോട്ടൻ ആപ്പിൾ അല്ലേ, റോട്ട്സ് ദി എൻറ്റയർ ആപ്പിൾ ലോട്ട് അല്ലേ. ചത്ത ഈച്ച തേനിനെ മുഴുവൻ ചീത്തയാക്കുന്നു. അസാരം പുളിമാവ് മതി. പാപവുമായിട്ട് നമ്മളൊന്ന് ഫ്ലേർട്ട് ചെയ്യാൻ, ഒരു അല്പം നീരസം, ഒന്ന് വരസാൻ പോയാൽ മതി, നീ കുഴിയിലോട്ട് പോകും. Look at the seriousness in which Paul talks about how we conduct ourselves with people within the church. സഭയിലുള്ള വ്യക്തികളുമായിട്ട് ഞാൻ ആരുമായിട്ട് ബന്ധം പുലർത്തണോ എന്ന് പൗലോസ് എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് ഈറ്റ് ഓർ ഡ്രിങ്ക് വിത്ത് പീപ്പിൾ ഹു ഹാസ് സച്ച് സിൻ ഇൻ ദെയർ ലൈഫ്. കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള പാപങ്ങളെ ടോളറേറ്റ് ചെയ്യുന്ന ആളുകളുമായി ഞാൻ ബന്ധപ്പെട്ടാൽ അസാരം പുളിമാവ് പിണ്ടത്തെ നശിപ്പിക്കുന്നത് എന്നെയും നശിപ്പിക്കും. അവസാനം താൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ താൻ ഒന്നുകൂടും പറയാണ്, എന്തുവാ? ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. The starting is to remove the brother, the ending is also to remove the brother. ഡിസിപ്ലിൻ അല്പം ഹാർഷ് ആയി പോയോ? ഇല്ല. Now do you understand the seriousness of what he is talking? Let me just quickly answer a few questions. Any questions? നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ. Can this brother attend general meetings of the church? No. ഈ സഹോദരനെ പുനർസ്ഥാപിക്കണ്ടേ? ആ ഉത്തരവാദിത്തം സലം സഭയ്ക്കുണ്ടോ? If this brother has to come back or can come back, should we go and pursue him? സഭയായി ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. സഭയായി ഈ വ്യക്തിയുമായിട്ട് അസോസിയേഷൻ പറ്റുമോ? പറ്റില്ല. സഭയായി ഈ വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്റെ പാപത്തെ ബോധ്യപ്പെടുത്തി അവനെ തിരികെ കൊണ്ടുവരാൻ പറ്റുമോ? You can, but don't associate with that person. Don't lay in bed with that person. Don't do business with that person. കാരണം Paul also wants the restoration of this brother. Now, most of the commentators believe that this man that they purged out came back to the church by the time he writes 2 Corinthians. I'll just read that portion for you. 2 Corinthians chapter 2. 2 കൊരിന്ത്യർ 2 അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ്: ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെയല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിലേറെ പറയരുതല്ലോ.
നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. Are you with me? അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും അത്രേ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവൻ ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതുമായിരുന്നു ഞാൻ എഴുതിയത്. നിങ്ങൾ വല്ലതും ക്ഷമിച്ചവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. Now, ഇതാ ബ്രദർ തന്നെയാണെന്നുള്ളത് വേദപുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. But most of the commentators mention that probably this brother, when he was excommunicated from the church, നമ്മൾ എന്താ പറയുന്നത്, സഭയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ആരവനോട് കൃപ കാണിക്കാനാ, അല്ലേ? സഭയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ, സഭയുടെ ഡിസിപ്ലിനിൽ സഭയിൽ നിന്ന് മുടക്കി കഴിഞ്ഞാൽ ആ മനുഷ്യനെ പിന്നെ നമുക്ക് ഒരു കാലത്തും കിട്ടത്തില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ. But Paul, when he excommunicates this person, he's also allowing that man to repent by the power of the Holy Spirit. And so when this man comes back to the church repentant, the church also has clear instruction that this man should be reinstated. But this man's repentance should not be the reason why you keep him inside the church. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവന്റെ മാനസാന്തരത്തിന് വേണ്ടി സഭയ്ക്കകത്ത് അവനെ വെച്ചോണ്ടിരിക്കാനായിട്ട് പൗലോസ് അനുവദിച്ചിട്ടില്ല. ഈ സഹോദരൻ സഭയ്ക്ക് പുറത്ത് തന്നെ നിലകൊള്ളണം. കാരണം if you look at Paul in Galatians, പൗലോസ് ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ, നീയും പരീക്ഷയിൽ അടക്കപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. യാക്കോബിന്റെ ലേഖനത്തിലും നമ്മളത് പഠിച്ചതാണ്. So all that Paul is trying to do with the excommunication of this brother is also a restoration. അവന്റെ ആത്മാവ് കർത്താവിന്റെ നാളിൽ രക്ഷപ്പെടേണ്ടതിന് അവനെ സഭയുടെ ശിക്ഷാ നടപടിയിലേക്ക് അവനെ തള്ളുകയാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ശിക്ഷാ നടപടിയാണ്. ഒരു കൃപയും കാണിക്കാതെ അല്ലെങ്കിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ എന്തുകൊണ്ട് പൗലോസ് പറയുന്നു? സഭയ്ക്ക്, സഭാ നേതൃത്വത്തിന് ഒരു വലിയ കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ചേർച്ച് ഡിസിപ്ലിനെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അത് എൽഡേഴ്സിന്റെ തലയിലോട്ട് ഇടാൻ നോക്കും. ഞാൻ ആ കൊളോക്കിയൽ ഭാഷ ഉപയോഗിക്കണം, അവരുടെ ഉത്തരവാദിത്തം, നമ്മൾ ഇടപെടേണ്ട, മനസ്സിലായി? ദി എൻറ്റയർ ചേർച്ച് ഈസ് റെസ്പോൺസിബിൾ. അസാരം പുളിമാവ് എവിടുന്നെങ്കിലും വരുന്നുണ്ടെങ്കിൽ സ്ഥലം സഭയുടെ ജോയിന്റ് റെസ്പോൺസിബിലിറ്റിയാണ് സ്ഥലം സഭയിൽ പുളിമാവ് കയറ്റാതെ സൂക്ഷിക്കാൻ. അതുകൊണ്ട് സ്ഥലം സഭയിൽ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സിലേക്ക് സ്ഥലം സഭയോ എൽഡേഴ്സോ കടന്നു പോയാൽ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ ഉപരിയായി ദൈവം സ്ഥലം സഭയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ആ കമ്മ്യൂണിറ്റിയുടെ സാങ്ക്ടിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ that one person's fellowship in the church. Are you with me? The church's purity, the church's stand against sin is more important and should be protected by all cost, by not just the elders but the entire church community. And so Paul writes very clearly and addresses the church in full responsibility. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. Applications for the church. One, the discipline of the church is the discipline of the entire church. It's our responsibility. The sanctity of the church must be protected. Do not tolerate anybody in the church that conducts themselves in such sexual immorality. നമ്മൾ പറയും ഇതൊന്നും ഇപ്പം നമ്മുടെ കാലഘട്ടത്ത് ഇല്ലെന്നുള്ളത്. പക്ഷേ യുവതീവാക്കന്മാരോട് ഇരിക്കുന്നു, ചെറുപ്പക്കാരോട് ഇരിക്കുന്നു. ഞാൻ ഒരു ഭാഗം കടന്നു പറയട്ടെ. If you look at the movies, if you look at the recent, yesterday I was talking to somebody and there's a new series that's come out. It's a very famous series. And in that opening scene of that series is the person sleeping with his own mother. വളരെ കാഷ്വൽ ആയിട്ട് കാണിച്ചിട്ട് ആ സീൻ കടന്നു പോവുകയാണ്. Our world has come to the pinnacle of how they treat sex. If you look at നിങ്ങളുടെ പിയേഴ്സിനെ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരെ തന്നെ നോക്കിയാൽ മതി. സെക്ഷുവൽ പ്യൂരിറ്റിയെ നിസാരവൽക്കരിക്കുന്ന ഒരു കാലഘട്ടമാണ്. And God has mentioned how we should conduct ourselves in such matters. In chapter 6
And in chapter 7, Paul talks about it more directly to the church at Corinth and therefore to our hearts. It is the most important facet of our life. കാരണം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. സെക്ഷുവൽ സിൻ is from within the body. ബാക്കി എല്ലാം അല്ലേ, it comes from outside the body, but sexual sin stems from your body. And so how you conduct yourselves, how it affects your body, your psyche, the way you conduct yourself with other people, it all matters. അതുകൊണ്ട് സ്ഥലം സഭയിൽ പാപത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന ഒരു സഹോദരി സഹോദരനുമായിട്ട് ഞാൻ ബന്ധം പുലർത്താൻ തുടങ്ങിയാൽ it will start eating into my. സ്ഥിരമായിട്ട് കള്ളം പറയുന്ന ഒരു സാധാരണ എടുത്തു, സ്ഥിരമായിട്ട് കള്ളം പറയുന്ന ഒരു വ്യക്തി എടുത്തു, ബോഷ്ക്ക് പറയുന്ന ഒരു വ്യക്തി, നമ്മൾ നല്ല ഫ്രണ്ട്സാ. ഒരു വർഷം കഴിഞ്ഞു നമുക്കും അതങ്ങ് എന്തു പറയും അല്ലേ, നിസാരവൽക്കരിക്കപ്പെടും. സ്ഥിരമായ സെക്ഷുവൽ ഇൻവെന്റോ ജോക്സ് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുക, എന്ത് സംഭവിക്കും? എല്ലാ കോൺവെർസേഷനിലും അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും അല്ലെ. നമ്മളൊക്കെ സ്കൂളുകളിലും ടീനേജിലൊക്കെ പഠിച്ചവരാണ്, നമ്മളിതെല്ലാം ഇതിൽ കൂടെ കടന്നു പോയവരാണ് അല്ലേ. ഇറ്റ് ബിക്കംസ് ലൈക്ക് ദിസ്. So choose your people wisely, not outside, inside the church of the living God. And therefore, let us pray diligently. Thank you for listening. Is there any questions? You can definitely ask. Goes into sexual immorality again. So all things are revolving around how we conduct ourselves in divine relationships. May the Lord bless us and keep us and protect us. ദൈവസഭയെ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓരോരുത്തരെയും ദൈവം പ്രൊട്ടക്ട് ചെയ്യട്ടെ എന്ന് അപേക്ഷിക്കുന്നു. കോളിച്ചൻ ബാജ്യങ്ങളുടെ പേര് പറഞ്ഞു. ബാജിച്ചാൻ ചോദ്യമായിരുന്നു. Yeah, flee. എല്ലാ മേഖലകളും നീക്കിക്കളയാൻ ചെയ്യണം. വെരി വെരി ക്ലിയർ. correct. ത്യജിക്കണം. അത് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഹൗ ഡു യു ഡീൽ വിത്ത് സെക്ഷൽ ഇമ്മോറാലിറ്റി, എങ്ങനെയാണ് ഈ ദുർനടപ്പിന് നമ്മൾ ഡീൽ ചെയ്യാൻ. അതിനകത്ത് പൗലോസ് പറയുന്നത് ഇതിൽ നിന്നെല്ലാം വിട്ട് ഓടണം. ഞാൻ എൻ്റെ ലിസ്റ്റ് നോക്കിയപ്പോൾ മൂവീസ് കാര്യങ്ങളൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് ഈവൻ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വരെ, കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ റാൻഡംലി സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്കറിയാം അല്ലേ, വിമൻ ആർ സെൻഷ്വലൈസിങ് ദെയർ ബോഡി സോ മച്ച് that even if you are not intending for anything, it automatically comes in front of your eyes. And so Paul says the only way you can escape from all this is flee. You run from all this. Yes. If there is a clear, it's coming in the next chapter. If the question is, ദുർനടപ്പുകാരൻ അല്ല സഭയിൽ സഹോദരന്മാർ എന്ന പേരുള്ള സെക്ഷൽ ഇമ്മോറൽ, ഐഡലേറ്റേഴ്സ്, ഗ്രീഡി, സ്വെന്റിലേഴ്സ് ആയവർ സ്ഥലം സഭയിൽ കൂട്ടായ്മയിൽ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കഴിക്കുക പോലും അരുത് എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് കർത്തൃമേശ ആചരിക്കാൻ സഭ ചെയ്യണോ എന്നുള്ള ചോദ്യമാണ്. The answer is absolutely no. Because if I know as a church leader, if Godly Chan knows that Toby is an idolater, അവന് മെസ്സി അത്യാഗ്രഹിയാണ്, ഇവന് മെസ്സി ഫാനാണ്, ഇവൻ മെസ്സി ഇല്ലാതെ ജീവിക്കത്തില്ല,
അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാണ്, ഇവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് രാവിലെ നമിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഐ എം ജസ്റ്റ് ഗിവിംഗ് ദ ലീസ്റ്റ് എക്സാമ്പിൾ. അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരനാണ്, അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞ് സർക്കാരിനെ പറ്റിക്കുന്നവനാണ്, അല്ലെങ്കിൽ പൈസ ജഡിക രീതിയിൽ ഉണ്ടാക്കുന്നവനാണ്. If we know that this brother is in that sin, no association. No association. That's correct. The problem is everyone will ask, how do we know? ടൈസൺ ചോദിക്കുന്നത് എങ്ങനെ അറിയുന്നല്ല അല്ലേ? അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെയുള്ളവരുമായിട്ട് അസോസിയേഷൻ പാടില്ല. എന്തോ നോ. കാരണം ട്രീറ്റ്മെന്റ് പുറത്താക്കണോ വേണ്ടോ എന്നുള്ളത് സഭയുടെ സാങ്ക്ടിറ്റിയെ പ്രൊട്ടക്ട് ചെയ്ത് അവനെ കൊണ്ടുവരുന്ന രീതിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ വിഷയം ഇൻസെസ്റ്റ് ആണ്, അസാരം പുളിമാവുണ്ട്. അത് അപ്പം അവന്റെ ആ അസോസിയേഷൻ മുഖാന്തരം സഭയുടെ സാങ്ക്ടിറ്റിയെ ഹേർട്ട് ചെയ്യുന്നു എന്ന് കണ്ടാൽ അവനെ മാറ്റി നിർത്തി അവൻ മാനസാന്തരപ്പെട്ട്. നമ്മൾ പലപ്പോഴും ചേർച്ച് ഡിസിപ്ലിൻ ഉണ്ടല്ലോ, ചേർച്ച് ഡിസിപ്ലിൻ നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ ബ്രദറൻ സർക്കിൾസിൽ നമ്മൾ അതിനെ കാണുന്നത് അത് വലിയൊരു ഇതായിട്ടാണ്. പക്ഷെ ചേർച്ച് ഡിസിപ്ലിൻ ഇസ് എ ഫോം ഓഫ് ഹെൽപ്പിംഗ് സംബഡി ഗ്രോ ഇൻ ടു സ്പിരിച്വൽ മെച്യൂരിറ്റി ഓൾസോ. സോ ചേർച്ച് ഡിസിപ്ലിൻ നമ്മൾ പലപ്പോഴും സഭയിൽ ചേർച്ച് ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ അല്ലേ, പിന്നെ ഒരാളെ ചേർച്ച് ഡിസിപ്ലിൻ കൂടെ പോയി പിന്നെ അവനെ കാണുന്ന പോലെ അരിശു, അല്ലെങ്കിൽ അവൻ ശരിയല്ല, അല്ലെങ്കിൽ അവനെ അങ്ങ് എഴുതി തള്ളു. പക്ഷെ ചേർച്ച് ഡിസിപ്ലിൻ ഇസ് ഓൾസോ വൺ ടു റെസ്റ്റോറേഷൻ. സോ വൈൽ ദ ചേർച്ച് disciplines a brother or a sister or a particular person for any aspect, restoration, loving that person, telling them the word, but being sure that you don't associate with, so that it doesn't affect or influence you. ഈ പുളിമാവിന്റെ പ്രയോഗം പൗലോസ് ഉപയോഗിക്കുന്നത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെ, എന്നെ സ്വാധീന വലയത്തിൽ കൊണ്ടെത്തിക്കുന്ന ബന്ധത്തിൽ ഞാൻ ഏർപ്പെടാൻ പാടില്ല. ഓക്കെ ആണോ അല്ലേ? പുളിമാവ് കുറച്ച് ഇൻഫ്ലുവൻസ് മതി ആ പിണ്ടം മുഴുവൻ. അപ്പം ആ പുളിമാവിന്റെ ഇൻഫ്ലുവൻസിൽ ഞാൻ ചെന്ന് പെടുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവസഭ ചെന്ന് പെടുന്നുണ്ടെന്ന് മൂപ്പന്മാർ അല്ലെങ്കിൽ സഭ തിരിച്ചറിഞ്ഞാൽ ഡിസിപ്ലിൻ. അല്ല, ഇപ്പം നമുക്ക് ഉള്ള ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ കൂട്ടായ്മയിലുള്ള, ഞാൻ പറയുന്നത് നമ്മുടെ സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന മക്കൾ, അത് സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന മക്കൾ. അപ്പൊ എന്തോ അടുത്ത് വെച്ചാൽ മതി, കേൾക്കാമോ? കേൾക്കാം. അങ്ങനെയുള്ള മക്കൾ, അവരെ നമ്മൾ ചർച്ചിന് ഔട്ട്സൈഡ് വെച്ച് കാണുമ്പോൾ അവരെ മറ്റൊരു നിലയിൽ കാണുവാൻ തക്കവണ്ണം പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ യാത്ര ചെയ്തു പോകുന്ന പറഞ്ഞാൽ നമ്മുടെ മധ്യത്തിലുള്ള ചില പെൺകുട്ടികൾ ഫോർ എക്സാമ്പിൾ, അപ്പം അവരുടെ കൂടെ ഈ കുറേ ആമ്പിള്ളാരും കൂടെ പോകുന്ന ഉടനെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനത് കണ്ടാൽ ഞാൻ പെട്ടെന്ന് സർപ്രൈസ് ആകും. വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരും, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കൂട്ടായ്മയിൽ, ഇഫ് ദേ ആർ ഇൻ ദ ഫെലോഷിപ്പ്, അപ്പം നമുക്ക് എന്തെങ്കിലും അവരോട് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് 2 ആഴ്ചത്തേക്ക് അവരെ മാറ്റി നിർത്താനോട്ടൊക്കോ? അച്ഛാ, അത് നമുക്ക് വ്യക്തമായിട്ടൊരു അല്ലെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകും. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പം ഗേൾസ് ആൻഡ് ബോയ്സ് സ്കൂളിലാണ് പിള്ളേരെല്ലാം പഠിക്കുന്നത്. വി കനോട്ട് പ്രോബ്ലി മേക്ക് ദ ഡിസ്റ്റിങ്ഷൻ. പക്ഷെ അച്ഛൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റിലേക്ക് ഞാൻ ഒന്നുകൂടി വരാം. ദ ചർച്ച് ഷുഡ് നോട്ട്, സഭയ്ക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട്. സഭകൾക്ക് 2 പ്രശ്നമുണ്ട്. ഒന്ന്, we are not living vitally enough that we become too separated from everybody, അല്ലെ? നമ്മൾ വേർപാട് പാലിച്ച് ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ മൂലയെ കൊണ്ട് ജീവിക്കുന്ന ജീവിതമല്ല. എന്നാ എല്ലാം ടോളറേറ്റ് ചെയ്ത് എല്ലാം ഒരുപോലെ, സഭയിലെ ആളെ പുറത്തെ ആളെ കണ്ട ഒരു വ്യത്യാസവുമില്ല. അവരുടെ ഡ്രസ്സിങ് ഇവരുടെ ഡ്രസ്സിങ്, അവരുടെ ഭാഷ എൻ്റെ ഭാഷ, അവരുടെ പണത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എൻ്റെ പണത്തോടുള്ള, എല്ലാം ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിലും സഭകൾ വന്ന് പാടാൻ പാടില്ല. ഇല്ല, ഇതെല്ലാം നമ്മൾ പറയുന്നത് അസാരം പുളിമാവ്. ഈ ഒരു വാക്കിനെ അടിസ്ഥാനമാക്കിയാണ്. അസാരം പുളിമാവിനെ നമ്മൾ എൻകറേജ് ചെയ്യാൻ പാടില്ല. പെർഫെക്റ്റ്, താങ്ക് യു. ഇതുപോലുള്ള ഡിസ്കഷൻസ് അടുത്ത ആഴ്ചയും നമുക്ക് കൊണ്ടുവരാം. ബൈബിൾ ക്ലാസ് ഇങ്ങനെ ആക്റ്റീവായിട്ട് പോകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. May the name of the Lord be glorified.